ഇന്ന് കൺമണി വരുണെ പൊളിച്ചടക്കുന്ന ഒരു മനോഹരമായ ഒരു എപ്പിസോഡാണ്. അതിനു മുമ്പ് ബിഗ് ബോസിന്റെ ഫിനാലെ ആണ് വരുന്നത്. ബിഗ് ബോസ് കാണുന്നവർ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൃഷി കൺമണിയെ വിളിച്ചിട്ട് എൻ്റെ അച്ഛനും അളിയനും എപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. സാറെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് കൃഷ്ണോട് ചോദിക്കുമ്പോൾ കൃഷ്ണ ഒന്ന് ചിരിച്ചുകൊണ്ട് കൺമണിയോട് ഞാൻ ഉദ്ദേശിച്ച നിന്റെ മനോജേട്ടനെ കുറിച്ചാണ്. മനോജേട്ടൻ എനിക്കിപ്പോൾ എൻ്റെ അളിയനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ കൃഷ്ണന്റെ ഈ പദപ്പിക്കല് കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് ഇനി കുറച്ചു നേരം കൂടിയേ ഉള്ളൂ, കുറച്ചു നേരം കൂടിയും കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരുടെയും കല്യാണം എപ്പോഴായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ അത് കേട്ട് കൃഷ്ണ സന്തോഷമാവുകയാണ്. ഞാൻ ആ സുന്ദര മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് സംശയം ചോദിക്കുകയാണ്. ഇനി നമ്മുടെ ജാതകം നോക്കിയിട്ട് നമ്മുടെ കല്യാണം കുറെ നാൾ കഴിഞ്ഞിട്ട് മതി എന്ന് ആ ജ്യോത്സ്യൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ ഞാൻ ആ ജ്യോത്സ്യന് വല്ല കൈമടക്ക് കൊടുത്ത് പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ പറയുമെന്ന് പറയുകയാണ് കൺമണിയോട്. തുടർന്ന് കൺമണി വീണ്ടും കൃഷ്ണനോട് അടുത്ത കൊനക്ട് ചോദ്യം ചോദിക്കുകയാണ്. ഈ ജ്യോത്സ്യൻ നമ്മുടെ ജാതകം നോക്കിയിട്ട് നമ്മുടെ ജാതകം തമ്മിൽ ഒരു ചർച്ചയും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ അങ്ങനെ എങ്ങനെ അയാൾ പറഞ്ഞാൽ ഞാൻ അയാളെ പിന്നെ വെച്ചേക്കില്ല. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ചിരി വരികയാണ്. എനിക്കത് കേട്ടാൽ മതി. സാറ് ധൈര്യമായിരിക്കെ നമ്മളെ രണ്ടുപേരെയും ചേർത്ത് വെച്ചത് ഈശ്വരനാണ്. മുറിയുടെ പുറത്ത് വീടിന്റെ പുറത്ത് കൺമണി കൃഷ്ണനോട് ഫോണിലൂടെ സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് വരുൺ കേൾക്കുകയാണ്. ഇതെല്ലാം കേട്ട് വരുൺ നല്ല ദേഷ്യം വരികയാണ്. നിങ്ങളുടെ കല്യാണം ഞാൻ ശരിക്കും നടത്തി തരുന്നുണ്ടെന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് വരുൺ എന്തോ ചെയ്യാനുള്ള പുറപ്പാടിലാണ്. തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ ഇന്ന് ബലരാമൻ തന്നോട് പറഞ്ഞ കാര്യവും ഭാഗ്യശ്രീ തന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഗൗരവമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസയുടെ അടുത്തേക്ക് ഹേമ വരികയാണ്. എന്താ മോളെ നീ കിടക്കാത്തതൊക്കെ ചോദിക്കുമ്പോൾ മാനസ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ആമേ, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ അതൊക്കെ എനിക്ക് ചെയ്തു തീർക്കണമെന്ന് പറയുകയാണ്. കൃഷ്ണന്റെ വീട്ടിലെ മരുമകളായിട്ട് എനിക്ക് വന്നു കയറണം, സുജാതയുടെ മരുമകളാകണമെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. നീ ഇപ്പോഴും നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നോളാൻ പറയുകയാണ്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അത് മറന്നേക്കാൻ, നീ എന്താണ് എന്നെയൊന്നും മനസ്സിലാക്കാത്തത്, ഞാൻ പറയുന്നതൊന്നും നീ അംഗീകരിക്കാത്ത എന്താണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ് നല്ല ദേഷ്യത്തിൽ പിന്നെ അമ്മിയോട് ഒരിക്കലും നടക്കില്ല എന്നെല്ലാവരും വിശ്വസിക്കുന്ന കാര്യം നടത്തിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അമ്മ നോക്കിക്കോ ഞാൻ അവരുടെ വീട്ടിലെ മരുമകളായി തീരുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഹാമിക്ക് നല്ല ദേഷ്യം വരികയാണ്. നീ ഇത് എന്തിന്റെ പുറപ്പാടിലാണെന്ന് ചോദിക്കുകയാണ്. നീ എന്താ ഞങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലാക്കാത്തെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ തന്റെ മനസ്സിലുള്ള ആ പ്രതികാര ബുദ്ധി അമ്മയോട് പറയുകയാണ്. എനിക്ക് സാഗറിന്റെ കുടുംബത്തോട് പ്രതികാരം ചെയ്യണം, എനിക്ക് അവിടുത്തെ മരുമകളായി ചെന്ന് കയറണം, എന്നിട്ട് വേണം കൺമണിയെ പൊളിച്ചടക്കി ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ. അങ്ങനെ കുറെ പഞ്ച് ഡയലോഗ് പറഞ്ഞുകൊണ്ട് മാനസ അവിടുന്ന് പോവുകയാണ്. എന്നാൽ മാനസ പറഞ്ഞ കാര്യമെല്ലാം കേട്ട് ഹേമയാകെ പേടിച്ച് നിൽക്കുകയാണ്. തുറന്നു കാണിക്കുന്നത് മനോജാണ്. മനോജ് വീടിന്റെ പുറത്ത് കുളിച്ചു ഒരുങ്ങി ആര്യ ഫോണിലൂടെ ഇങ്ങനെ ഇരട്ടത്തിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാൽ ഈ സമയത്ത് അവിടെ കിടക്കുന്ന ഒരു വിറകും കഷ്ണം എടുത്തിട്ട് ഒരു ഒലക്കി എടുത്തിട്ട് വരുൺ മനോജ് കാണാതെ മനോജിന്റെ പുറകിലൂടെ ചെന്ന് വരുൺ മനോജിന്റെ തലക്കിട്ട് അടിക്കുകയാണ്. വരുൺ മങ്കി കപ്പെല്ലാം ധരിച്ചുകൊണ്ടാണ് തന്റെ തല സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ അടി കൊള്ളുമ്പോൾ തന്നെ മനോജ് ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് മനോജ് വേഗം തന്നെ വരുണെ ചവിട്ടി ഒതുക്കി വരുണെ പിടിച്ചു കെട്ടുകയാണ്. തുടർന്ന് അവിടുത്തെ ഒച്ചയും കേട്ട് അങ്ങോട്ടേക്ക് അമ്മായിമാരും ശ്രീനിയും എല്ലാവരും ഓടി വരികയാണ്. തുടർന്ന് അവരൊന്ന് നോക്കുമ്പോൾ മനോജ് ഒരു മുഖമൂടി വെച്ച് കള്ളനുമായിട്ട് വഴക്കടിക്കുന്നതാണ് കാണുന്നത്. തുടർന്ന് മനോജ് പിന്നെ അമ്മായിമാരുടെ കള്ളൻ ഇവരെ വേഗം പിടിച്ചു കെട്ടാൻ പറയുകയാണ്. അവരുടെ സഹായം മനോജ് തേടുകയാണ്. തുടർന്ന് അമ്മായിമാരും ശ്രീനിയും ബലമായിട്ട് വരുണിന്റെ കൈയെല്ലാം പിടിച്ചു കെട്ടി വരുണിന്റെ മുഖത്തുള്ള ആ മുഖം മൂടി വലിച്ചു ഊരുകയാണ്. ഈ സമയത്ത് വീടിനകത്തുനിന്ന് കൺമണിയും ഗോകുലും കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് അമ്മായിമാര് ബലമായിട്ട് വരുണിന്റെ മുഖത്തുള്ള മുഖം മൂടി വലിച്ചു ഊരുകയാണ്. ആ കാഴ്ച കണ്ട് വരുണിന്റെ മുഖം കണ്ട് അവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. വിശ്വസിക്കാനാകാതെ വരുണാണ് വന്നിരിക്കുന്നത്, വരുണാണ് മനോജിനെ ആക്രമിച്ചിരിക്കുന്നത്. എന്നാൽ വരുണെ കണ്ട അമ്മായിമാർക്കും അതുപോലെ തന്നെ മനോജിന് നല്ല ദേഷ്യം വരികയാണ്. അത് ശരി, നിനക്ക് ഞാൻ രാവിലെ പറഞ്ഞൊന്നും മനസ്സിലായില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മനോജ് വരുണ പിന്നെ അടിയോടടിയാണ്. എന്നാൽ അത് കണ്ട് ഗോകുലിന് സന്തോഷമാവുകയാണ്. ഗോകുൽ പിന്നെ അച്ഛനോട് അച്ഛൻ അവനെ വെറുതെ വിടരുത്, അടിച്ചൊതുക്കിക്കോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അതൊന്നും മിണ്ടാതിരിക്കടാന്ന് പറയുകയാണ്. തുടർന്ന് അമ്മായിമാര് വരുണിന്റെ മുഖത്തിട്ട് അടിയോടടിയാണ്. മനോജ് വരുണിന്റെ കൈ പുറകിലൂടെ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അമ്മായിമാരെല്ലാവരും ചേർന്ന് വരുണെ പഞ്ഞിക്കിട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് മനോജ് പിന്നെ അമ്മായിമാരോട് വേഗം വരുണിന്റെ കയ്യിൽ നിന്ന് ഫോൺ എടുക്കാൻ പറയുകയാണ്. തുടർന്ന് അമ്മായിമാർ വേഗം തന്നെ വരുണിന്റെ ഫോൺ എടുക്കുകയാണ്. തുടർന്ന് വരുണോട് ആ ഫോൺ അൺലോക്ക് ചെയ്യാൻ പറയുകയാണ്.
തുറന്നു വരുൺ തന്റെ മുഖം കാണിച്ചാൽ ഫോൺ അൺലോക്ക് ആകുമെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാ ആഴ്ചയും മുഖത്തിന്റെ ഷേപ്പ് മാറുന്ന വരുണിന്റെ ഫോണിന്റെ പാസ്വേഡ് വരുണിന്റെ മുഖം തന്നെയാണ്. അങ്ങനെ വരുണിന്റെ ഫോൺ തുറന്ന് വേഗം തന്നെ അമ്മായിമാര് വരുണിന്റെ അച്ഛനെ വിളിക്കുകയാണ്. തുറന്ന് അമ്മായിമാര് നല്ല ദേഷ്യത്തിലാണ് വരുണിന്റെ അച്ഛനോട് സംസാരിക്കുന്നത്. എടോ താനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുണിന്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് തളർന്ന് വീട്ടിൽ കിടക്കുകയാണ് വരുണിന്റെ അച്ഛൻ. തുറന്ന് വരുണിന്റെ അച്ഛൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. തുറന്ന അമ്മായിമാര് ഞങ്ങൾ കൺമണിയുടെ വീട്ടിൽ നിന്നാണ്, നിങ്ങളുടെ മോനെ വേണമെങ്കിൽ വേഗം ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയുകയാണ്. ഞങ്ങൾ വരുണെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. നല്ലത് കേട്ട് വരുണിന്റെ അച്ഛനൊക്കെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് വരുണിന്റെ അച്ഛൻ പിന്നെ അമ്മായിമാരോട് അയ്യോ വരുൺ പാവമാണ്, നിങ്ങൾ വരുൺ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അമ്മായിമാര് നല്ല ദേഷ്യത്തിൽ അതെ നല്ല പാവമാണ്, ഞങ്ങളുടെ വീട്ടിൽ കടന്നുകൂടിയ കള്ളനാണ്, ഇവന് ഞങ്ങൾ ശരിക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇനി ഇവനെ നിങ്ങൾക്ക് ജീവനോടെ വേണമെങ്കിൽ വേഗം തന്നെ ഇവിടെ വന്നിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയുകയാണ്, വാരി പെറുക്കിയെടുത്ത് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് അമ്മായിമാര് ഫോൺ വെക്കുകയാണ്. തുറന്ന് അമ്മായിമാരും മനോജും ചേർന്ന് വരുണെ പിടിച്ചു കെട്ടി വീടിന്റെ മുറ്റത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. വീടിന്റെ മുൻവശത്തേക്ക് ബലമായിട്ട് കൊണ്ടു ചെല്ലുകയാണ്. അതിനുശേഷം വരുണിന്റെ കയറൊച്ച് കെട്ടി വീടിന്റെ മുകളിലേക്ക് കൈയുയർത്തി കെട്ടി നിർത്തിയിരിക്കുകയാണ്, വാഴക്കൊല പഴുപ്പിക്കാൻ വെക്കുന്ന പോലെ. തുറന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷി നല്ല ഉറക്കമാണ്. ഈ സമയത്ത് സുജാത കൃഷി അറിയാതെ കൃഷിന്റെ മുറിയിലേക്ക് വരികയാണ്. തുറന്ന് കൃഷി തന്നോട് രാവിലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സുജാത ഓർത്തെടുത്ത് ഇങ്ങനെ വിഷമിച്ച് ഓർമ്മകൾ അയവർക്കി ഇങ്ങനെ നിൽക്കുകയാണ്. തുറന്ന് സുജാത കൃഷിന്റെ അടുത്ത് പോയിട്ട് കൃഷ്ണനോട് സംസാരിക്കുകയാണ്. ഉറങ്ങി കിടക്കുന്ന കൃഷ്ണനോടാണ് സംസാരിക്കുന്നത്. മോനെ, നിന്നെ ഞങ്ങൾ തവിട് കൊടുത്ത് വാങ്ങിയതല്ല, നീ ഞങ്ങളോട് അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും ചിന്തിച്ചു പോലും പോകരുത്, നീ ഞങ്ങളുടെ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. സുജാത കൃഷ്ണന്റെ അടുത്ത് ഇങ്ങനെ സങ്കടത്തോടു കൂടി സംസാരിക്കുന്ന സാഗർ കാണുകയാണ്. തുടർന്ന് സാഗർ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കി സുജാതയ്ക്ക് ചെറിയൊരു ചളിപ്പ് തോന്നുകയാണ്. തുടർന്ന് സുജാത വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുമ്പോൾ സാഗർ സുജാതയെ വിളിച്ചിട്ട് സുജാത നിനക്കിത് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് കരച്ചിൽ വരികയാണ്. സുജാത ഒന്നും മിണ്ടാതെ തന്റെ മുറിയിലേക്ക് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ്. വരുൺ കൺമണിയുടെ വീട്ടിൽ കയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ് വരുണെ. തുറന്ന ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുണിന്റെ അച്ഛനും അനിരുദ്ധും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. വരുണെ പറക്കിയെടുത്ത് കൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. തുറന്ന് രണ്ടുപേരും വന്ന് നോക്കുമ്പോൾ വരുൺ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. തുറന്ന് അനിരുദ്ധ പിന്നെ വരുണോട് അയ്യോ വരുണെ നിനക്കിത് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് വരുൺ പിന്നെ അനിരുദ്ധിനോട് എന്നെ ഇവര് പിടിച്ചു കെട്ടി എന്നെ ആക്രമിച്ചു എന്ന് പറയുകയാണ്, എന്നെ കൊല്ലാൻ ശ്രമിച്ചു, ഇവർക്കെതിരെ കേസ് എടുക്കണമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ അമ്മായിമാരും മനോജും കൺമണിയും എല്ലാം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. തുടർന്ന് അനിരുദ്ധ ദേഷ്യപ്പെടുകയാണ്. ആരാടാ നിന്റെ കെട്ടിയിട്ടെന്ന് ചോദിച്ചുകൊണ്ട് അനിരുദ്ധ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അനിരുദ്ധനെ കാണുമ്പോൾ തന്നെ അമ്മായിമാരുടെ സകല ഗ്യാസും പോവുകയാണ്. അവരാകെ പേടിച്ച് നിൽക്കുകയാണ്. അയ്യോ പോലീസ് വന്നിരിക്കുന്നു, നമ്മളിങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് മനോജ് പിന്നെ അനിരുദ്ധിനോട് ഇവനെ പിടിച്ചു കെട്ടിയത് ഞാനാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ ഏട്ടനല്ല, വരുണെ ആക്രമിച്ച് പിടിച്ചു കെട്ടിയത് ഞാനാണെന്ന് പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് എല്ലാവർക്കും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ അനിരുദ്ധിനോട് സാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, വരുണെ പിടിച്ചു കെട്ടിയത് ഞാനാണ്. തുടർന്ന് അനിരുദ്ധ പിന്നെ ഇവരെ പേടിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കെതിരെ കേസ് എടുക്കും, നിങ്ങളെ എല്ലാവരും അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് ദേഷ്യം വരികയാണ്. സാറിന്റെ വിളച്ചിലൊക്കെ സാർ കയ്യിൽ തന്നെ വെച്ചാൽ മതി, സാർ ഈ വരുണിന്റെ കൂടെ ചേർന്ന് ഞങ്ങളോട് കാണിച്ച ക്രൂരതകളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ്. സാറിന്റെ പെങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, സാറിനുള്ള വടയും ചായയും ഞാൻ ഇപ്പോൾ അവധിക്ക് വെച്ചിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അത് തരുന്നുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ഗോകുൽവേഗം തന്നെ ഫോൺ എടുത്തിട്ട് ഇതെല്ലാം ക്യാമറയിൽ പകർത്തുകയാണ്. തുറന്ന് മനോജ് പിന്നെ അനിരുദ്ധിനോടാണ് ദേഷ്യപ്പെടുന്നത്. എന്നാൽ അത് കേട്ട് അനിരുദ്ധിന് ദേഷ്യം വരികയാണ്. നിങ്ങൾക്കെതിരെ ഞാൻ കേസ് എടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് വരുൺ പിന്നെ അനിരുദ്ധിനോട് താൻ ഇത് എന്തു നോക്കി നിൽക്കുകയാണ്, ഇവരിപ്പോൾ തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് മനോജിന് ദേഷ്യം വരികയാണ്. തുടർന്ന് മനോജ് പിന്നെ വരുണിന്റെ മുഖത്ത് നോക്കി പിന്നെ അനിരുദ്ധിനോട് പിന്നെ പറയുന്നത് ഇവനെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവനെ ഞാൻ പറഞ്ഞു ഉപദേശിച്ചാണ്, ഇവനെ കൊടുക്കാനുള്ള ഞാൻ ശരിക്കും കൊടുത്തതാണ്, ഇനി മേലാൽ ഞങ്ങളുടെ വീട്ടിൽ ശല്യമായിട്ട് നീ കയറി വരരുതെന്ന് ഇവളെന്റെ അനീതി ആസിഡ് ഒഴിക്കുമെന്നാണ് പറഞ്ഞത്. അതും പോരാതെ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛനെ വന്ന് ഇവൻ ഭീഷണിപ്പെടുത്തി, എൻ്റെ അച്ഛൻ തളർന്ന് ഹോസ്പിറ്റലിലായി, അതിനുള്ളത് ഞാൻ ഇന്നലെ ഇവനെ ശരിക്കും കൈയോടുകൂടി നല്ല ചൂടോടുകൂടി കൊടുത്തതാണ്, എന്നിട്ടിപ്പോൾ വീണ്ടും ഒരു ഉളുപ്പില്ലാതെ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മനോജ് അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ്. അതുകൊണ്ട് സാർ വേഗം തന്നെ ഇവനെ ഇവിടുന്ന് പറക്കിയെടുത്ത് കൊണ്ട് പോകാൻ പറയുകയാണ് മനോജ്. എന്നാൽ അത് കേട്ട് വരുൺ നല്ല ദേഷ്യം വരികയാണ്. ഇവരെ പറഞ്ഞൊന്ന് നീ കേൾക്കണ്ട, ഇവരെ എന്നെ ചതിച്ചിരിക്കുകയാണ്, കൺമണിയെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് കൺമണി ഇപ്പോൾ കൃഷിന്റെ പുറകെ വലവീശി നടക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. കെട്ടാനിരുന്ന പെണ്ണിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞാൽ നീയൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുകയാണ്. നിന്നെ കല്യാണം കഴിക്കുകയല്ല വേണ്ടത്, നീ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് വരുണിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് കൺമണി.
തുറന്ന് കൺമണി പിന്നെ വരുണെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് നാണമുണ്ടോടാ മങ്കി ക്യാപ്പും വെച്ച് ഇരുട്ടിന്റെ മറവിലൂടെ വന്ന് ആക്രമിക്കാൻ? ധൈര്യമുണ്ടെങ്കിൽ മുഖാമുഖം നിന്ന് നേർക്ക് നേർ വരാൻ പറയുകയാണ് വരുണോട്. എന്നാൽ അത് കേട്ട് വരുൺ ഉത്തരം മുട്ടുകയാണ്. തുറന്ന് അനിരുദ്ധ് പിന്നെ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ ഇവന്റെ കൂട്ടുകാരനാണ്, ഇവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, എന്ത് വൃത്തികേട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് കൺമണിയെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അത് കണ്ട് മനോജിന് ദേഷ്യം വരികയാണ്. തുറന്ന് മനോജ് കൺമണിയെ പുറകിലേക്ക് നിർത്തി അനിരുദ്ധന്റെ കൈ കയറി പിടിച്ച് അനിരുദ്ധിനിട്ട് അടിക്കാൻ നിൽക്കുകയാണ്. തുറന്ന അനിരുദ്ധിനോട് പിന്നെ മനോജ്, എന്റെ സാറേ, ഇവിടെ ഇപ്പോൾ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടെന്ന് പറയുകയാണ്. വെറുതെ ഇവന്റെ വാക്ക് കേട്ട് ഇവിടെ വന്ന് കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ നിനക്കും വരുണ് കിട്ടിയ പോലെ നല്ല പെട കിട്ടും എന്ന് പറഞ്ഞ് അനിരുദ്ധിനെ ഭീഷണിപ്പെടുത്തുകയാണ്. തുറന്ന് അനിരുദ്ധ് പിന്നെ കൺമണിയോട്, അന്ന് ഞാനും കൂടി ചേർന്നാണ് നിന്നെ കള്ള കേസിൽ അകത്താക്കിയതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. താനൊക്കെ എവിടത്തെ പോലീസുകാരനാണോ എന്ന് ചോദിച്ച് അനിരുദ്ധിനെ കളിയാക്കുകയാണ്. പാവങ്ങൾക്ക് നീതി നിഷേധിക്കരുത്, കള്ളക്കേസ് ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് സാറിങ് എന്നാണ് പഠിക്കാൻ പോകുന്നത്? സാർ ഇട്ടിരിക്കുന്ന യൂണിഫോം എത്ര പവിത്രമാണെന്ന് സാറ് പഠിക്കണം. എല്ലാം പോട്ടെ, അറ്റ്ലീസ്റ്റ് സാറ് കൊണ്ടാലെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് അനിരുദ്ധിനെ കളിയാക്കുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് അമ്മായിമാർക്ക് സന്തോഷമായിട്ട് അമ്മായിമാര് കൈയടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഗോകുൽ ഇതെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പാവം അനിരുദ്ധ് വള്ളിപുള്ളി തെറ്റാതെ സകല സത്യങ്ങളും വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. തുറന്ന് മനോജ് വീണ്ടും കൺമണിയെ പിടിച്ചു മാറ്റി അനിരുദ്ധിനോട്, എന്റെ അനീതിയോട് കാണിച്ചതിന് ഞാൻ ഇവനിട്ട് ശരിക്ക് കൊടുത്തിട്ടുണ്ട്, സാറിനുള്ളത് പെൻഡിങ് ആണ്, അത് അധികം വൈകാതെ തന്നെ ഞാൻ സാറിന് തന്നോളാം എന്ന് പറഞ്ഞ് മനോജ് അനിരുദ്ധിനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരികയാണ്. തുറന്ന് അനിരുദ്ധ പിന്നെ കൺമണിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ അഹങ്കാരം ഞാൻ തീർത്തു തരുന്നുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ചിരിച്ചുകൊണ്ട്, അത് ശരി, നീ ഇപ്പൊ എന്താ പറഞ്ഞ ഞങ്ങളുടെ അഹങ്കാരം തീർത്തു തരാമെന്ന? തന്റെ അഹങ്കാരം ഞാൻ ഇപ്പോൾ തീർത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ഗോകുലിന്റെ അടുത്ത് ചെന്നിട്ട് ആ ഫോൺ വാങ്ങുകയാണ്. അതിനുശേഷം ഗോകുൽ ഷൂട്ട് ചെയ്ത ആ വീഡിയോ അനിരുദ്ധിനെ കാണിച്ചു കൊടുക്കുകയാണ്. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ ഇതിലുണ്ട്, ഞാൻ ഇത് ദക്ഷ മാഡത്തിന് അയച്ചു കൊടുക്കും, ചീഫ് മിനിസ്റ്റർക്കും ഞാൻ അയച്ചു കൊടുക്കും. ഇതും പറഞ്ഞുകൊണ്ട് കൺമണി അനിരുദ്ധിനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ് ശരിക്കും ഒന്ന് പേടിക്കുകയാണ്. തുറന്ന് അനിരുദ്ധിന്റെ മറ്റൊരു മുഖം ഇവരെല്ലാരും കാണുകയാണ്. അയ്യോ മാഡം, സോറി മാഡം. കൺമണി, സോറി മാഡം, ഞാൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, അതൊരു തമാശയെ കണ്ടാൽ മതി, ചതിക്കരുത് മാഡം, ഇത് ആർക്കും അയച്ചു കൊടുക്കരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ് മാഡം, സോറി മാഡം എന്ന് പറഞ്ഞ് കൺമണിയുടെ കാല് പിടിച്ചു നിൽക്കുകയാണ് അനിരുദ്ധ. എന്നാൽ അത് കണ്ട് വരുൺ ആ കിളി പോയി നിൽക്കുകയാണ്. തുറന്ന് വരുൺ നല്ല ദേഷ്യം വരികയാണ് അനിരുദ്ധിനോട്. തുറന്ന് അനിരുദ്ധ്, ഇതൊരു ഇഷ്യൂ ആക്കരുത്, എന്റെ ജോലി കളയരുത് മാഡം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിരുദ്ധ് കൺമണിയുടെ കാല് പിടിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് അമ്മായിമാർക്ക് ഇതെല്ലാം കണ്ട് നല്ല ധൈര്യം വരികയാണ്. തുറന്ന് അമ്മായിമാർ പിന്നെ അനിരുദ്ധിന്റെ അടുത്ത് ചെന്നിട്ട് അനിരുദ്ധിനോടുള്ള പേടിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ്. എന്റെ സാറേ, ഞങ്ങൾക്ക് സാറിനോട് മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സാർ ഈ കാണിക്കുന്ന മഹാപോക്രിത്തരമാണ്. പക്ഷെ സാറ് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം മാറിപ്പോയി എന്ന് പറയുകയാണ്. ഇത് വേറെ സ്ഥലമാണ് സാറേ, സാറിന്റെ വിളച്ചിലൊന്നും ഇവിടെ വില പോവില്ല. കള്ളന് കഞ്ഞി വെച്ചനും ഇപ്പോൾ കൺമണിയുടെ മുമ്പിൽ തേഞ്ഞൊട്ടിയില്ല, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സാറേ? എന്നാൽ ഈ സമയത്ത് വരുണിന്റെ അച്ഛൻ ഞങ്ങൾ വരുണെ വിളിച്ചുകൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാര് പിന്നെ വരുണിന്റെ അച്ഛനെ കളിയാക്കിക്കൊണ്ട്, വരുണെ വാരിക്കൊണ്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തുറന്ന് വരുണിന്റെ അച്ഛൻ വരുണെ ബലമായിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുണോട് അമ്മായിമാരെ പോടാ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ് വരുണെ കളിയാക്കുകയാണ്. തുറന്ന് ഗോകുൽ വന്നിട്ട് കൺമണിയെ അഭിനന്ദിക്കുകയാണ്. അപ്പ തകർത്തു, അച്ഛനും തകർത്തു എന്നൊക്കെ പറയുമ്പോൾ കൺമണി പിന്നെ ഗോകുലിനോട്, ഇവിടെ ഇപ്പോൾ ശരിക്കും തകർത്ത് ഞങ്ങളല്ല, നീയാണ്, നീ ആ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തില്ലേ, നീയാണ് ശരിക്കും സൂപ്പർ ആയതെന്നൊക്കെ പറയുകയാണ്. തുറന്ന കൺമണിയുടെ അമ്മായിമാര് പിന്നെ കൺമണിയോട് ആ വീഡിയോ എങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കൺമണി, നമുക്കിത് ദക്ഷ മാഡത്തിന് ഇപ്പോൾ അയച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന കൺമണിയുടെ അമ്മായിമാരും അതുപോലെ തന്നെ ഗോകുലും ശ്രീനിയും ഇതൊക്കെ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്, അനിരുദ്ധിനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ വീഡിയോ ദക്ഷ മാഡത്തിന് അയച്ചു കൊടുക്കാൻ പറയുകയാണ്. തുറന്ന് കൺമണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ആ വീഡിയോ ദക്ഷ മാഡത്തിന് അയച്ചു കൊടുക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.